ഇതാണ് നമ്മുടെ സീസൺ, ഇത് ബീഗിൾ. ഇത് നമ്മുടെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. ഇതിനകത്ത് നമ്മൾ അവനെ മേടിക്കാൻ പോയതും അവൻ്റെ അച്ഛനും അമ്മേനെയും അത് കഴിഞ്ഞിട്ട് അവനെ വീട്ടിലാണ് കൊണ്ടുവന്നിട്ടുള്ള ആദ്യമായിട്ട് അവൻ്റെ കുസൃതികളും ഒക്കെയാണ് കാണിക്കാൻ പോകുന്നത്. യൂട്യൂബിൽ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടാണ് ഞങ്ങൾ തൃശ്ശൂരുള്ളൊരു ബ്രീഡറിൻ്റെ അടുത്തേക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ അയാളുടെ കൂട്ടിൽ 4 ബീഗിൾ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതിനകത്ത് ഒരെണ്ണം ബുക്കിലാണ്, ഒരെണ്ണം നമ്മുടെ ആൾ. ഈ വീഡിയോ കണ്ട ആരാണെന്ന് വിചാരിക്കും ഈ എണീറ്റ് കിടക്കണവനാണ് നമ്മുടെ സീസൂന്ന്. പക്ഷേ ഒന്നും കൂടി സൂക്ഷിച്ച് നോക്കിയാൽ അതല്ല, കിടക്കണവനില്ല, അവനാണ് നമ്മുടെ ആൾ. എന്നിട്ട് ആ ചേട്ടൻ വീണ്ടും പുറകോട്ടുണ്ടായിരുന്നു. അവിടെ കുറേ കൂട്ടിൽ കുറേ ബീഗിളുണ്ടായിരുന്നു. ഇതിനെല്ലാം പുള്ളി ഒറ്റയ്ക്കാണ് നോക്കണേ. എന്നിട്ട് അതിൽ നിന്ന് അവൻ്റെ അമ്മേനെയും അച്ഛനെയാണ് ഇപ്പോൾ പുറത്തിട്ടേക്കുന്നത്. ഈ ലാബ് അവരുടെ ഗാർഡായിട്ടാണെന്ന് തോന്നുന്നു. ഈ നടക്കുന്ന രണ്ടെണ്ണമാണ് അവൻ്റെ അമ്മയും അച്ഛൻ. അവിടെ നിന്ന് കാലുമുക്കി മൂത്രം വയ്ക്കേണ്ടതാണ് അവൻ്റെ അച്ഛൻ. അമ്മ ദേ ഈ ലൈറ്റ് ബ്രൗൺ കളർ അതാണ് അവൻ്റെ അമ്മ. അച്ഛൻ വെളുത്തുലയാണ്, അമ്മ പോണ്ടിച്ചേരി. അതുകൊണ്ട് തന്നെ ഇവൻ വീട്ടിൽ കുസൃതി കളിക്കുമ്പോൾ എപ്പോഴും വഴക്കുണ്ടാകുന്നത് പറയും പഠിച്ചിൻ്റെ പോലെ. അവനെ കൂട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് ബാക്കിയുള്ള അവൻ്റെ അനിയന്മാർക്കൊക്കെ ടാറ്റിക്ക് കൊടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് അവനെ കൊണ്ടുപോകും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ പേടിച്ചിരിക്കലോ കുറയ്ക്കലോ കരച്ചിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ വന്നപ്പോൾ തൊട്ട് ആക്റ്റീവായിട്ട് വീട് മൊത്തം ഇങ്ങനെ ആടി ചാടുന്ന പോലെ ചാടി നടക്കും. അയ്യോടാ, അവൻ കിടന്ന് ഉറങ്ങണ കണ്ടോ? കയ്യൊക്കെ നിൽക്കണു. നമ്മളെ കണ്ടാന്ന് ഉറങ്ങണെന്ന് തോന്നുന്നു. ഉറങ്ങിയിട്ടില്ല. പിറ്റേ ദിവസം അവനെ മുറ്റത്തേക്കൊക്കെ ഇറക്കി അവൻ ചേട്ടനോടെ കളിക്കും. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ, അവനെ മേടിച്ചോളന്നപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, പെട്ടെന്ന് വളർന്നു പോയി. അന്നൊന്നും ഞാൻ അത്ര പെട്ടെന്ന് വളർത്തുന്നു ഓർത്തില്ല. നോക്കി അവൻ തിന്നു കേട്ടോ, ഫുൾ ഉടായ്പാ കയ്യിന്. മുറ്റത്തേക്ക് ഇറക്കി അവൻ്റെ മെയിൻ പരിപാടി അവിടെ ആ മെറ്റലിൽ ഇങ്ങനെ കിടന്ന് പയ്യെ കല്ലിൽ കടിക്കില്ല. എന്നിട്ട് നമ്മൾ കയ്യുമായിട്ട് നമുക്ക് പേടി ഇറക്കുമെന്നൊക്കെ തുപ്പിക്കളയും. എന്നാലും നമ്മൾ കയ്യിട്ട് കല്ലൊക്കെ എടുത്ത് കളയും. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടേ ഇത് നമ്മക്കിന്ന് പോണ്ടേ? അയ്യോ, എന്റെ ഒരു കൈ എവിടെയാണ്? ഇതെല്ലാം അവൻ്റെ ചേട്ടന്മാരുടെ കളിപ്പാട്ടങ്ങളാ. എന്തിന് അവര് സൂക്ഷിച്ചു വെച്ച പാവക്കുട്ടീനെ വരെ അവൻ്റെ അടുത്ത് കൊടുക്കാൻ പോയി. ചേട്ടൻ സമ്മതിച്ചില്ല. പിന്നെ അങ്ങോട്ട് സീസോന് കളിപ്പാട്ടങ്ങളായിരുന്നു. മേടിച്ചുകൊണ്ടേയിരിക്കും. ഓരോ പ്രാവശ്യം ഫുഡ് മേടിക്കാൻ വേണ്ടി കടയിൽ ചെല്ലുമ്പോഴും അത് മേടിക്കും, ഇത് മേടിക്കും. ആ വിളി കേട്ടോ, അത് ഇവിടെ നിന്നല്ല, അത് അപ്പുറത്തെ വീട്ടിലെ സുജാ ചേച്ചിയില്ല. പുള്ളിക്കാരുടെ വീട്ടിൽ ഒരു പോമറേനിയൻ പട്ടിയുണ്ട്. ചേച്ചി ഇവിടെ വന്നിട്ട് ഇവനെ കളിപ്പിച്ചിട്ട് പോകുമ്പോൾ അവരുടെ വീട്ടിലെ പട്ടി അവരുമായിട്ട് വഴക്കുന്നല്ല കിടക്കാം. പ്രശ്നം ഈ മുണ്ടൊന്നും ശരിക്കും ഉടുക്കാൻ പറ്റില്ലല്ലോ കർത്താവേ. ആഴ്ചയിൽ ഒരിക്കൽ മുണ്ടെടുക്കണം എന്ന് മുഖ്യമന്ത്രി തീർത്തു പറഞ്ഞു. ബാറുള്ളോടത്തോളം കാലം ഒരു ഡബിൾ മുണ്ട് ഒറ്റയ്ക്ക് ഒരാൾക്ക് പറ്റില്ല. അപ്പൊ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോയിൽ അവൻ്റെ അച്ഛനെയും അമ്മേനെയും അവനെ മേടിക്കാൻ പോയതൊക്കെ കാണിക്കാനാണ് ഉദ്ദേശിച്ചത്. അവൻ പിന്നെ ഹാപ്പിയാണ്. ഞങ്ങൾക്ക് ആദ്യം ഇടയ്ക്ക് വിഷമമൊക്കെ തോന്നും, അനിയന്മാരെ കാണാൻ പറ്റാത്തതിന് അവന് ഇതുണ്ടോന്ന്. പക്ഷെ ആള് ഹാപ്പിയാണ് ഫുൾ ടൈം.